Good morning everyone, welcome back to MTM Campus Educational Channel. Today we discuss the topic of services or functions of stock exchange. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സർവീസസ് ഓർ ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. സർവീസസ് ഓർ ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ കുറേ സർവീസസ് ഉണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്. ആ സർവീസസ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഫങ്ഷൻസ് ഓർ സർവീസസ് പറയുകയാണ് ടു പ്രൊവൈഡ് റെഡി മാർക്കറ്റ്. സെക്കൻഡ് വൺ ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ഓഫ് സെക്യൂരിറ്റീസ്. തേർഡ് വൺ fair price determination. Fourth one, safety of funds. Fifth one, sources for long-term funds. Fifth one, channelization of funds to profitable ones. Then sixth one, helps in capital formation. Seventh one, reflects the general state of economy. Eighth one, it induces companies to raise their standard of performance. Then ninth one, marketing of new issues. Any other services to investors and services to companies, services to the community. ഇതാണ് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ഫങ്ഷൻസും സർവീസസും പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ടു പ്രൊവൈഡ് റെഡി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ റെഡി മാർക്കറ്റാണ്, കണ്ടിന്യൂസ് മാർക്കറ്റാണ് എന്ന് നമുക്ക് പറയാം. എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ്സ് എ റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റീസ്. ഇറ്റ് ഈസ് എ ബേസിക് ഫങ്ഷൻ. അപ്പോൾ റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മളൊരു സാധനം വാങ്ങിക്കാൻ ചെന്നുകഴിഞ്ഞാൽ റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും, അത് നമുക്ക് വാങ്ങിക്കാം. നമ്മൾ വിൽക്കാൻ പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അതിൻ്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റാണ് എന്തെന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദെൻ ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ഓഫ് സെക്യൂരിറ്റീസ്. ഇത് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി. ഇറ്റ് എനേബിൾസ് ദ ലിക്വിഡിറ്റി. എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? ഒരു സെക്യൂരിറ്റീസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും അറ്റ് എനി ടൈം വി ക്യാൻ സെൽ ആൻഡ് പർച്ചേസ് അനദർ. അതുകൊണ്ട് തന്നെ ഇത് ഈസ് ഇത് ഇൻവെസ്റ്റേഴ്സിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിക്വിഡിറ്റി അതുകൊണ്ടാണ് ഇറ്റ് എനേബിൾസ് ദ ലിക്വിഡിറ്റി ഫോർ സെക്യൂരിറ്റീസിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രാപ്തരാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ കൺവേർട്ട് ദെയർ സെക്യൂരിറ്റീസ് ഇൻ ടു ക്യാഷ് അറ്റ് എനി ടൈം അറ്റ് ദ പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ്. അവരുടെ നിലനിൽക്കുന്ന മാർക്കറ്റ് പ്രൈസിൽ അവരുടെ സെക്യൂരിറ്റീസ് ഏത് സമയത്തും കൺവേർട്ട് ചെയ്തിട്ട് ക്യാഷായി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇതിന് ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറയാം. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഇൻവെസ്റ്റേഴ്സ് ദ ഓപ്പർച്യൂണിറ്റി ടു ചേഞ്ച് ദെയർ പോർട്ട്ഫോളിയോ ആൻഡ് വെൻ ദേ വോണ്ട് ടു ചേഞ്ച്. അവർക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ they can sell at any time and purchase at any time, thus giving them marketability. അതുകൊണ്ട് തന്നെ ഇവർ മാർക്കറ്റബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. സെക്കൻഡ് വൺ ഫെയർ പ്രൈസ് ഡിറ്റർമിനേഷൻ. ഫെയർ പ്രൈസ് ആണ്, അല്ലാതെ അവിടെ ഒരു സ്പെക്കുലേഷൻ പ്രൈസ് അല്ല, ഫെയർ പ്രൈസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഫെയർ പ്രൈസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവിടെ ദിസ് മാർക്കറ്റ് എന്ന് പറയുന്നത് നിയർലി പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. നിങ്ങളതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പണ്ട് എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് അതിൻ്റെ കാര്യകാരണ സഹിതമായിട്ട് പറയാത്തത്. പെർഫെക്റ്റ് മാർക്കറ്റ് ആകുമ്പോൾ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. സോ ദ ഇൻവെസ്റ്റേഴ്സ് ഗെറ്റ് നിയർലി പെർഫെക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള
നല്ല നോളജ് ഇൻവെസ്റ്റേഴ്സിനുണ്ട്. ഡ്യൂ ടു ദി ആക്റ്റീവ് ബിഡിങ് ടേക്ക് പ്ലേസ് ഓൺ ബോത്ത് സൈഡ്സ്, സെല്ലേഴ്സിൻ്റെ സൈഡ്സിൽ നിന്നും അതേപോലെ തന്നെ ബയേഴ്സിൻ്റെ സൈഡ്സിൽ നിന്നും ആക്റ്റീവ് ബിഡിങ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ, ദറ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ, ബയറിൻ്റെയും സെല്ലറിൻ്റെയും ഇടയിൽ ആക്റ്റീവ് ബിഡിങ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പെർഫെക്റ്റ് ഇൻഫോർമേഷൻ അവരുടെ കയ്യിലുള്ളതും കൊണ്ട് തന്നെ ദിസ് എൻഷുർ ഡിറ്റർമിനേഷൻ ഓഫ് ദെയർ ഫെയർ പ്രൈസസ് ബൈ ദ ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഫോഴ്സ് കൊണ്ട് അവർക്ക് എന്തുണ്ടാവും, ഡിറ്റർമിൻ ഫെയർ പ്രൈസ് എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് രണ്ട് പേരും ബിഡിങ് പ്രൈസ് ഇതാക്കുന്നത്? ഒരാൾ 40 രൂപയ്ക്കൊരു ഷെയർ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷെയർ തന്നെ വേറൊരാൾ 40 രൂപയ്ക്ക് വാങ്ങിക്കാനും ഉണ്ടാവും. അത് മാച്ചപ്പ് ആവുന്ന സമയത്താണ് ആ സെക്യൂരിറ്റി വിൽക്കുന്നതും വേറൊരാൾ വാങ്ങിക്കുന്നതും. അപ്പോൾ ബിഡിങ്ങും അതേപോലെ തന്നെ ബിഡിങ് പ്രൈസ് ബയ്യറിൻ്റെയും സെല്ലറിൻ്റെയും ഇടയിലുള്ളത് കൊണ്ടതാണ്. ബിഡിങ് ടേക്സ് പ്ലേസ് ഇൻ ബിറ്റ്വീൻ ദ ബയ്യർ ആൻഡ് സെല്ലർ. സോ അതുകൊണ്ടതാണ് ഇറ്റ് എൻഷുവേഴ്സ് ഡിറ്റർമിനേഷൻ ഓഫ് ഫെയർ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുന്നത്. ഇനി മൂന്നാമത്തത് സേഫ്റ്റി ഓഫ് ഫണ്ട്സ്. ഫണ്ട് സേഫ്റ്റി ആയിട്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ സെക്യൂരിറ്റീസ് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാശ് പേയ്മെൻ്റ് ഉണ്ടാവും, ക്ലിയറൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സെക്യൂരിറ്റീസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ഡെപ്പോസിറ്ററി അക്കൗണ്ടിൽ അത് ട്രാൻസ്ഫർ ചെയ്തിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സേഫ്റ്റി ഓഫ് ഫണ്ട്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പുള്ളതാണ്. ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫങ്ഷൻസ് അണ്ടർ ദി കോഡ് ഓഫ് വെൽ ഡിഫൈൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫങ്ഷൻസ് നടക്കുന്നത് വെൽ ഡിഫൈൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അണ്ടറിൽ മാത്രമേ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദി ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് can obey the rules and regulations of the stock exchange. The company also obey the rules and regulations of the stock exchanges. It should strictly adhere the listed companies and members of the stock exchange. അതായത് സ്ട്രിക്ട്ലി ആയിട്ട് ഈ ലിസ്റ്റഡ് കമ്പനീസും അതേപോലെ മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചും അത് സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, അനുസരിച്ചിരിക്കണം ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റബിൾ ഫണ്ട്സ്. അതുകൊണ്ട് തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് സേഫായിട്ടിരിക്കും. പണിഷ്മെൻറ്റ് ഈസ് ഓർഡേർഡ് അഗെയിൻസ്റ്റ് ഡിസോണസ്റ്റ് ഡീലേഴ്സ് ഇൻ ദ മാർക്കറ്റ്. അതേപോലെ തന്നെ ഡിസോണസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഡീലേഴ്സിന് കൃത്യമായിട്ട് അവർക്ക് പണിഷ്മെൻറ്റും കിട്ടും. അത് അവർക്ക് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആരും ഇൻവെസ്റ്റബിൾ ഫണ്ട്സിന് സേഫ്റ്റി കൊടുക്കാതിരിക്കില്ല. എല്ലാ ബ്രോക്കേഴ്സ് ആയാലും കമ്പനി ആയാലും അവർ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിന് സേഫ്റ്റി കൊടുക്കും, ലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ. ഇറ്റ് എൻഷുർ ഫെയർ ആൻഡ് ട്രാൻസ്പാരൻറ്റ് ഡീലിങ്സ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് പ്രൊമോട്ട് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായിട്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളതുമായി അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഡീലിംഗ് ആണ് ഉറപ്പുവരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഇത് കോൺഫിഡൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സേഫ്റ്റി ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അവരെ ഫണ്ട് സേഫ് ആയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബേ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. ഫോർത്ത് വൺ, സോഴ്സ് ഫോർ ലോങ് ടേം ഫണ്ട്സ്. സോഴ്സ് ഫോർ ലോങ് ടേം ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഫണ്ടിൻ്റെ സോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ആയിട്ടുള്ള ഏതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ്സ്, ഗവൺമെൻറ് ആൻഡ് പബ്ലിക് ബോഡീസ് റൈസ് ഫണ്ട്സ് ഫ്രം ദ ഇക്വിറ്റി മാർക്കറ്റ്. അതായത് കോർപ്പറേറ്റുകളും ഗവൺമെൻറ് പബ്ലിക് ബോഡീസ് അവരുടെ ഫണ്ട് റേസ് ചെയ്യുന്നത് ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നാണ്. ദീസ് സെക്യൂരിറ്റീസ് ആർ നെഗോഷ്യബിൾ ആൻഡ് ട്രാൻസ്ഫറബിൾ. ഈ സെക്യൂരിറ്റീസൊക്കെ നെഗോഷ്യബിളും ട്രാൻസ്ഫറബിളും ആണ്. അതേപോലെ തന്നെ ദേ ആർ ട്രേഡഡ് എക്സ്ചേഞ്ച്ഡ് ഫ്രം വൺ ഇൻവെസ്റ്റേഴ്സ് ടു ദ അതർ വിത്ത് മിനിമം ഓഫ് ഫോർമാലിറ്റീസ്. ഇതിൻ്റെ പ്രത്യേക ഇതാന്ന് പറഞ്ഞാൽ ഈ ലോങ് ടേം ഫണ്ട്സ് അവർക്ക് കിട്ടുന്നത് തന്നെ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്നത് തന്നെ എങ്ങനെയാണ്? മിനിമം ഫോർമാലിറ്റീസോട് കൂടിയിട്ടാണ്. അതാണ് ഇവരുടെ ഫണ്ട് ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നത്, ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഫണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് മിനിമം ഫോർമാലിറ്റീസ്
ഫോർമാലിറ്റീസ് കൊണ്ടാണ്. അങ്ങനെ അവർക്ക് ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യാം. ഈ കമ്പനികൾക്ക് ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്സ് റൈസ് ചെയ്യാൻ കോർപ്പറേറ്റിനായാലും ഗവൺമെൻറ്റിനായാലും പബ്ലിക് ബോഡീസിനായാലും ഇക്വിറ്റി മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രത്യേകത. സോ ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ ലോങ് ടേം അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് ടു ഇഷ്യൂയിങ് കമ്പനീസ്. അതേപോലെ തന്നെ ഇത് ലോങ് ടേം അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സിനെ ഈ ഇഷ്യൂയിങ് ഒരിക്കലും എഫക്റ്റ് ചെയ്യാറുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കമ്പനീസ് ഇഷ്യൂ ചെയ്തതുകൊണ്ട് തന്നെ, ഇത്തരം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തതുകൊണ്ട് തന്നെ ഇവരുടെ ലോങ് ടേം അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സിനെ ഒരിക്കലും ഇത് എഫക്റ്റ് ചെയ്യില്ല, ഈ മിനിമം ഫോർമാലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ. ഫോർമാലിറ്റീസ് കൂടുകയാണെങ്കിൽ അവർക്ക് നല്ല എഫക്റ്റാണ്. ആരും ഈ സെക്യൂരിറ്റീസ് വാങ്ങിക്കാനുണ്ടാവില്ല. അതാണ് മിനിമം ഫോർമാലിറ്റീസ് ആകുമ്പോൾ എല്ലാവരും വാങ്ങിക്കും. അതന്നെ. ഇനി ഫിഫ്ത്ത് വൺ, ചാനലൈസേഷൻ ഓഫ് ഫണ്ട്സ് ടു പ്രോഫിറ്റബിൾ വൺ. ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഫണ്ടുകൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഫണ്ടിനെ പ്രോഫിറ്റബിൾ വണ്ണിലേക്ക് ചാനലൈസ് ചെയ്യാൻ കഴിയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് കോട്ടഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിഫ്ലക്ട്സ് ദ പെർഫോമൻസ് ആൻഡ് റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഓഫ് കമ്പനീസ്. അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രൈസ് കോട്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരു കമ്പനീസിൻ്റെ റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റിയും അവരുടെ പെർഫോമൻസും റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. ദ ഇൻവെസ്റ്റേഴ്സ് ആർ ഓൾവേസ് ഇൻട്രസ്റ്റഡ് ടു ഇൻവെസ്റ്റ് ഇൻ പ്രോഫിറ്റബിൾ ബിസിനസ് വൺ. പ്രോഫിറ്റബിൾ ബിസിനസ്സിലായിരിക്കും ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത്. സോ ദ സെക്യൂരിറ്റീസ് ഓഫ് ദ പ്രോഫിറ്റബിൾ കമ്പനീസ് അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ചാനലൈസ് ദ ഫണ്ട്സ് ടു പ്രോഫിറ്റബിൾ വൺ. അതേപോലെ തന്നെ സെക്യൂരിറ്റീസ്, പ്രോഫിറ്റബിൾ കമ്പനീസ് അവരുടെ സെക്യൂരിറ്റീസ് അട്രാക്റ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത് അതിലൂടെ അവരുടെ ഫണ്ടിനെ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റബിൾ വണ്ണിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചാനലൈസേഷൻ ഓഫ് ഫണ്ട്സ് ടു പ്രോഫിറ്റബിൾ വൺ എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ പോയിന്റ്, ഹെൽപ്സ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷന് സഹായിക്കുന്നുണ്ട്. അത് നമുക്കറിയണതാണ്. സ്റ്റോക്ക് മാർക്കറ്റിലാണ് ക്യാപിറ്റൽ ഫോർമേഷൻ നടത്തുന്നത് തന്നെ. ഇറ്റ് ഹെൽപ്സ് ഇൻ മൊബിലൈസിങ് ദ സർപ്ലസ് ഫണ്ട്സ് ഫ്രം ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് channelizes them to corporate and government bodies for more profitable venture. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉള്ളത് കൊണ്ടാണ് ജനങ്ങളുടെ കയ്യിലുള്ളതും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുള്ളതുമായിട്ടുള്ള സർപ്ലസ് ഫണ്ടിനെ ഈ കോർപ്പറേറ്റുകളിലേക്ക് ചാനലൈസ് ചെയ്തിട്ട് അതിലൂടെ പ്രോഫിറ്റബിൾ വെഞ്ചറാക്കി മാറ്റുന്നത്. അതാണ് ക്യാപിറ്റൽ ഫോർമേഷനിൽ പറയുന്നത്. ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഫണ്ട് റൈസ് ചെയ്യുക തന്നെയാണ്. അത് പ്രോഫിറ്റബിൾ വേയിൽ ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളത്. സെവൻത്ത് വൺ, റിഫ്ലക്ട്സ് ദി ജനറൽ സ്റ്റേറ്റ് ഓഫ് എക്കണോമി. എക്കണോമിയുടെ ജനറൽ സ്റ്റേറ്റ്, അതായത് എക്കണോമിയുടെ അവസ്ഥ എന്തിനെ റിഫ്ലക്റ്റ് ചെയ്യും? സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഇഫക്റ്റ് ചെയ്യും. നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യയിലെ ഇന്ത്യൻ എക്കണോമി ഇൻഫ്ലേഷനിലൂടെ പോവുകയാണെങ്കിലും നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ എഫക്റ്റ് ചെയ്യും. റിസഷനിലൂടെ പോവുകയാണെങ്കിലും നമ്മളുടെ അതേപോലെ നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഇത് എഫക്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. ഇൻഫ്ലേഷൻ ആയാലും ഡീഫ്ലേഷൻ ആയാലും റിസഷൻ ആയാലും എന്തായാലും നമ്മളുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അത് ബാധിക്കുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ദ പെർഫോമൻസ് ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ എക്കണോമി. എക്കണോമിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. ദ ഗവൺമെൻറ് ക്യാൻ ടേക്ക് സ്യൂട്ടബിൾ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ആൻഡ് നെസറി ആക്ഷൻ ടു കറക്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ദി എക്കണോമി. നമ്മളുടെ എക്കണോമിയുടെ അവസ്ഥ, സ്റ്റേറ്റ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് പലതരത്തിലുള്ള മോണിറ്ററി ആൻഡ് ഫിസിക്കൽ ആക്ഷൻസ് എടുക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് എക്കണോമിയിൽ റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
ഇത്തരം മോണിറ്ററി ആക്ഷൻസ് നമ്മൾ ഗവൺമെൻറ് എടുക്കുന്നത്. എട്ടാമത്തത്, ഇറ്റ് ഇൻഡ്യൂസസ് കമ്പനീസ് ടു റൈസ് ദെയർ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. എട്ടാമത്തെ പോയിന്റ് എന്താണ്? ഇത് കമ്പനിയെ പ്രേരിപ്പിക്കുന്നുണ്ട്. എങ്ങനെ? അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഉയർത്താൻ വേണ്ടിയിട്ട് കമ്പനിയെ പ്രേരിപ്പിക്കുന്നുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കമ്പനിയെ എല്ലാ പബ്ലിക്കും നന്നായി കണ്ണ് തുറന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ കമ്പനിയുടെ അവസ്ഥ ചെറുതായി ഒന്ന് മോശമായി പോയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യും? ആ സെക്യൂരിറ്റീസ് വിറ്റൊഴിവാക്കുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. ഇത് എന്തിലേക്ക് നയിക്കും? അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെ ബാധിക്കുകയും ചെയ്യും, കമ്പനിയുടെ വെൽത്തിനെയും ബാധിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കമ്പനീനെ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഉയർത്താൻ കമ്പനി എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. വെൻ ദ ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ലിസ്റ്റഡ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദ പെർഫോമൻസ് ഓഫ് ദ കമ്പനി. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യുമ്പോൾ ദ പെർഫോമൻസ് ഓഫ് ദ കമ്പനി is reflected in the market price of the equity stock which is readily available for public information. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പബ്ലിക്കിന് റെഡിലി ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ദ കമ്പനി പെർഫോമൻസ് ഈസ് മോർ വിസിബിൾ ഇൻ ദ ഐസ് ഓഫ് ദ പബ്ലിക്. കമ്പനിയുടെ പെർഫോമൻസ്, ഫണ്ടമെൻ്റൽ അനാലിസിസും ഇത് എല്ലാ കാര്യങ്ങളും മോർ വിസിബിൾ ആയിരിക്കും പബ്ലിക്കിന്. സച്ച് പബ്ലിക് എക്സ്പോഷർ നോർമലി ഇൻഡ്യൂസസ് കമ്പനീസ് ടു റൈസ് ദെയർ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. ഇത്തരം ഈ എക്സ്പോഷർ കമ്പനിയെ എന്തിലേക്ക് നയിക്കുകയാണ്? അവരെ ലീഡ് ചെയ്യാണ്, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഉയർത്താൻ അവരെ ഇൻഡ്യൂസ് ചെയ്യുകയാണ്, അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 9th പോയിന്റ്, മാർക്കറ്റിംഗ് ഓഫ് ന്യൂ ഇഷ്യൂസ്. ന്യൂ ഇഷ്യൂസ് ഉണ്ടാവും. ന്യൂ ഇഷ്യൂസ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ലിസ്റ്റിംഗ് ഈസ് ഇവാലുവേറ്റഡ് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റീസ് ബിഫോർ ലിസ്റ്റിംഗ് ഇറ്റ്. അതായത് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ബൈ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റീസ്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ലിസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റീസാണ് നമ്മളെ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനീസിനെ എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആർ റെഡിലി ആക്സെപ്റ്റബിൾ ബൈ ദ പബ്ലിക്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അപ്പോൾക്കപ്പോൾ ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ലിസ്റ്റ് ചെയ്യുന്നത് തന്നെ ഒരു തരത്തിൽ പറഞ്ഞ ഒരു നല്ല റെപ്യൂട്ടഡ് ഫേമുകൾ തന്നെയാണ് അധികം ലിസ്റ്റ് ചെയ്യാൻ പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ റെഡിലി പബ്ലിക് അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദെർഫോർ പബ്ലിക് റെസ്പോൺസ് ഓഫ് ദീസ് സെക്യൂരിറ്റീസ് ആർ മച്ച് ഹൈ. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം സെക്കൻഡറി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനീസിൻ്റെ ഷെയർസ് എന്ന് പറയുന്നത്, ഷെയർസിൻ്റെ മുകളിലുള്ള പബ്ലിക് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആയിരിക്കും. ഇത്തരം സെക്യൂരിറ്റീസ് വാങ്ങിക്കാൻ ജനങ്ങൾ ക്യൂ നിൽക്കുന്നുണ്ടാവും. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഹെൽപ്സ് ടു മാർക്കറ്റ് ന്യൂ ഇഷ്യൂസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സ്റ്റോക്ക് മാർക്കറ്റ് ഇവരെ ന്യൂ ഇഷ്യൂസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇവർ സെക്കൻഡറി മാർക്കറ്റിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് എങ്കിൽ വീണ്ടും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വീണ്ടുമായിട്ട് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഓൾറെഡി പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിട്ട് അവർ സെക്കൻഡറി മാർക്കറ്റിൽ എന്ത് ചെയ്യും? ലിസ്റ്റ് ചെയ്യും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയാണ്. ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവർ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിലും അവർ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണെന്നുള്ള പേരിൽ ഇവർക്ക് എന്ത് ചെയ്യാം? പബ്ലിക് ഇവരുടെ ഷെയർസ് ന്യൂ ഷെയർസ് ആണെങ്കിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യും. ഞാനൊന്നുകൂടിയും പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇവർ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ഇപ്പോൾ ഒരു കമ്പനി HSBC ആണെന്ന് വിചാരിച്ചു, ഓൾറെഡി ലിസ്റ്റഡ് കമ്പനിയാണ്. ആ HSBCയുടെ ഷെയർസ് ഇപ്പോൾ പുതുതായിട്ട് അവർ
ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ന്യൂ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് വാങ്ങിക്കാൻ ഇഷ്ടംമാതിരി പബ്ലിക് ഉണ്ടാവും, ക്യൂ ആയിട്ടുണ്ടാവും. കാരണം അത് ഓൾറെഡി അത് ലിസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് നിരുപാധികം കൂടാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ആ കമ്പനി എല്ലാ ജനങ്ങളും സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ളതാണ് മാർക്കറ്റിംഗ് ഓഫ് ന്യൂ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇനി സർവീസസ് ടു ന്യൂ ഇൻവെസ്റ്റേഴ്സ്, സർവീസസ് ടു കമ്പനീസ്, സർവീസസ് ടു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകളുണ്ട്. സർവീസസ് ടു ഇൻവെസ്റ്റേഴ്സിനോടുള്ള സർവീസസ്. ഇൻവെസ്റ്റേഴ്സിന് എന്ത് സർവീസാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് എ റെഡി മാർക്കറ്റ് ഫോർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനുള്ള റെഡി മാർക്കറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനാണ്? സെയിൽ ചെയ്യാനും അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള റെഡി മാർക്കറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ, ഇറ്റ് ഹെൽപ്സ് ടു എനേബിൾ ദ ഇൻവെസ്റ്റേഴ്സ് ടു അസസ് ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ടൈം ടു ടൈം. അതേപോലെ തന്നെ ഈ അവർ നടത്താൻ പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏത് ഷെയറിൻ്റെ ആയാലും വാല്യൂ സമയാസമയങ്ങളിൽ എന്ത് ചെയ്യുന്നു? അസസ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിനെ പ്രാപ്തരാക്കുന്നു. കാരണം ഓരോ സമയത്തും ആ ഷെയർസിൻ്റെ വാല്യൂ ഇങ്ങനെ കൃത്യമായിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഷെയറിൻ്റെ വാല്യൂ കൃത്യമായിട്ട് അവർക്ക് സമയാസമയങ്ങളിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ അത് അസസ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിന് പെട്ടെന്ന് കഴിയുന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് ടു സെലക്ട് ദ സെക്യൂരിറ്റീസ് വിച്ച് ദേ കുഡ് ഇൻവെസ്റ്റ് ദെയർ ഫണ്ട്സ് മോസ്റ്റ് പ്രോഫിറ്റബിളി. അതായത് നമ്മൾക്ക് ഈ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിലെ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് മോസ്റ്റ് പ്രോബബ്ലി ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സെക്യൂരിറ്റീസ് ഏതാണെന്ന് നമുക്ക് കുറച്ച് ദിവസത്തെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെ സഹായിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. ഫോർത്ത് വൺ, ഇറ്റ് പ്രിവെൻറ്റ്സ് ദ കമ്പനീസ് ഫ്രം ഇൻട്രൂഡിങ് ദ റൈറ്റ്സ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ബൈ മേക്കിംഗ് റിജിഡ് ലിസ്റ്റിംഗ് പ്രൊവിഷൻസ്. നാലാമത്തെ പോയിന്റിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സിൽ കമ്പനീസിൻ്റെ നുഴഞ്ഞുകയറ്റത്തെ ഇൻട്രൂഡ് ചെയ്യുന്നതിനെ അവരെ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഷെയർ ഹോൾഡേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് കമ്പനിയുടെ നുഴഞ്ഞുകയറ്റത്തിൽ നിന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, സർവീസസ് ടു ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെയാണ് സർവീസസ് ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സർവീസസ് ടു കമ്പനീസിന് എന്താണ് സർവീസ് ചെയ്തുകൊണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് ക്രെഡിബിലിറ്റി ഓഫ് ദ കമ്പനീസ് ബൈ ലിസ്റ്റിംഗ് ദെയർ ഷെയർസ്. അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റി കൂടും. അപ്പോൾ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ കൂടും. ഷെയറിൻ്റെ വാല്യൂ കൂടുമ്പോൾ കൂടുതൽ പബ്ലിക് അത് സബ്സ്ക്രൈബ് ചെയ്യും. ഇതൊക്കെ നമുക്ക് ഓൾറെഡി പറഞ്ഞതാണ്. രണ്ടാമത്തത്, ഇറ്റ് ഹെൽപ്സ് ദ കമ്പനി ഇൻ സെൻസിങ് മാർക്കറ്റ് റെസ്പോൺസസ്. സെക്കൻഡ് വണ്ണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ മാർക്കറ്റ് റെസ്പോൺസിൻ്റെ വ്യതിയാനം എത്രയാണെന്നുള്ളതിൽ കമ്പനീനെ സഹായിക്കുന്നുണ്ട്. മാർക്കറ്റിലെ റെസ്പോൺസസിൻ്റെ വ്യതിയാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസസിലെ വ്യതിയാനം, കസ്റ്റമേഴ്സിൻ്റെ കടന്നുകയറ്റം, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, അതിനൊക്കെ കുറിച്ച് കൃത്യമായിട്ട് ഈ കമ്പനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മൂന്നാമത്തെ, ഇറ്റ് ഹെൽപ്സ് ദ കമ്പനീസ് ടു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സ് സെക്യൂരിറ്റീസ് ഇൻ എ വൈഡ് ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് അവരുടെ സെക്യൂരിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മറ്റത് ലിസ്റ്റ് ചെയ്യാത്തൊരു കമ്പനി, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്തൊരു കമ്പനിയാണെങ്കിൽ അവരുടെ സെക്യൂരിറ്റീസ് അവരുടെ ആ ഏരിയയിൽ മാത്രമേ അറിയുണ്ടാവുള്ളൂ. എന്നാൽ ലിസ്റ്റിംഗ് കമ്പനീസ് ആണെങ്കിൽ അവർക്ക് ലോകമൊട്ടാകെ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നു. വൈഡ് ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് അവരുടെ സെക്യൂരിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ നാലാമത്തത്, ലിസ്റ്റിംഗ് ഹെൽപ്സ് ടു ഹാവ് ഹയർ പ്രൈസ് ഫോർ ദെയർ സെക്യൂരിറ്റീസ്. അവരുടെ സെക്യൂരിറ്റീസിന് ഹയർ പ്രൈസ് കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രെഡിബിലിറ്റി ഉള്ള ഒരു കമ്പനി അവരുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനീനെ
ലിസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ആ കമ്പനീൻ്റെ ക്രെഡിബിലിറ്റി കൂടുകയും ആ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസസ് ഹൈ ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ലിസ്റ്റിംഗ് ഹെൽപ്സ് ടു ഹാവ് എ ഹയർ പ്രൈസ് ഫോർ ദെയർ സെക്യൂരിറ്റീസ്. ഇനി നെക്സ്റ്റ് സർവീസസ് ടു ദ കമ്മ്യൂണിറ്റിക്ക് എന്ത് സർവീസാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്തു കൊടുക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു പ്രൊമോട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി ആൻഡ് ബൈ ചാനലൈസിങ് ദ സേവിങ്സ് ടു പ്രോഫിറ്റബിൾ ആൻഡ് പ്രൊഡക്റ്റീവ് എൻ്റർപ്രൈസസ്. ഇത് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഇത് സഹായിക്കുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവരുടെ എല്ലാവരുടെ കയ്യിലുള്ള സേവിങ്സ്, അവരുടെ ഫണ്ടുകൾ, അവരുടെ കയ്യിലുണ്ടായിരിക്കുന്ന ആ സർപ്ലസ് ഫണ്ടുകളെ പ്രോഫിറ്റബിൾ വേയിൽ ചാനലൈസ് ചെയ്ത് കണ്ട് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള കമ്പനിക്ക് എത്തിച്ച് അവരുടെ ആ കമ്പനിക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് അത് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത്, ഇറ്റ് വൈഡൻസ് ദ മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റീസ് ആൻഡ് സ്റ്റെബിലൈസസ് ദ പ്രൈസസ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ദ പീപ്പിൾ ലിവിങ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. അതേപോലെ തന്നെ ഈ മാർക്കറ്റ് സെക്യൂരിറ്റീസിൻ്റെ വേണ്ടിയിട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് വൈഡൻ ചെയ്യുന്നു. അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റീസിൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോകം ഒട്ടാകെത്തും. ആൻഡ് സ്റ്റെബിലൈസസ് ദ പ്രൈസസ് ഓഫ് ദ സെക്യൂരിറ്റീസ്. അതേപോലെ തന്നെ അവരുടെ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് ഒരു സ്റ്റേബിളായിട്ടാണ് അധികവും പോവുക. ബൈ പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ ടു ദ പബ്ലിക് ലിവിങ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. അതേപോലെ തന്നെ ഈ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രിയിൽ ഉള്ള ആൾക്കാരെ, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവർക്ക് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്റ്റെബിലിറ്റി കൊടുക്കുന്നതും അതേപോലെ തന്നെ മാർക്കറ്റ് വൈഡൻ ചെയ്യുന്നതും. അങ്ങനെ കമ്മ്യൂണിറ്റിക്ക് ഇതൊരു സഹായമാണ് ചെയ്തു കൊടുക്കുന്നതും. അതായത് അവർക്ക് എവിടെ ഇരിക്കുകയാണെങ്കിലും അവർക്ക് സെക്യൂരിറ്റീസ് കിട്ടും. അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ എത്തിച്ചു കൊണ്ട് തന്നെയാണ് ഇത് ഈ പ്രൈസ് സ്റ്റേബിളായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് വൈഡൻ ചെയ്തിട്ടും കൊണ്ടുപോകുന്നത്. മൂന്നാമത്തത്, ഇറ്റ് ഹെൽപ്സ് ക്യാപിറ്റൽ ഫോർമേഷൻ വിച്ച് ഈസ് നെസസറി ഫോർ ദ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ദി നേഷൻ. ഇത് ക്യാപിറ്റൽ ഫോർമേഷന് സഹായിക്കുന്നുണ്ട്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ ഫോർമേഷന് ഇത് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ആൾക്കാരുടെ കയ്യിലുള്ള, പബ്ലിക്കിൻ്റെ കയ്യിലുള്ള സർപ്ലസ് ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് ക്യാപിറ്റൽ ഫോം ചെയ്യുന്നത്. ക്യാപിറ്റൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആ കമ്പനി നിൽക്കുന്ന സ്ഥലത്ത് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുന്നു, അതിലൂടെ കുറേ പേർക്ക് ജോലി കിട്ടുന്നു, അതിലൂടെ എക്കണോമിക് ലിവിങ്, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു, എക്കണോമിക് പ്രോഗ്രസ് കൂടുന്നു. അതുകൊണ്ട് തന്നെ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ദ നേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഫോർമേഷനിലൂടെ ഇത് ക്യാപിറ്റൽ ഫോർമേഷനെ സഹായിക്കുന്നുണ്ടെങ്കിലും അത് ഇതിലൂടെ നമ്മളുടെ എക്കണോമിക് പ്രോഗ്രസ്സിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സർവീസസ് ടു ദി കമ്മ്യൂണിറ്റിയിൽ പറയുന്നത്. അപ്പോൾ നമ്മളുടെ സർവീസസ് ഓർ ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇത്രയും പറഞ്ഞത്. എല്ലാവരും കേൾക്കുക, പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.